വണ്ടിപ്പെരിയാർ മൗണ്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. പ്രദേശവാസിയായ അരുൾ ജ്യോതി എന്നയാളുടെ സ്കൂട്ടി കാട്ടാന തകർത്തു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വണ്ടിപ്പെരിയാർ മൗണ്ട്, അറണക്കൽ, സത്രം തുടങ്ങിയ മേഖലകളിൽ ഒരു മാസക്കാലമായി കാട്ടാന ശല്യം മൂലം ഇവിടുത്തുകാർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാനാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത്. കിലോമീറ്ററുകൾ താണ്ടി ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനയെ തിരിച്ച് കാട്ടിനുള്ളിലേക്ക് തുരത്താനുള്ള നടപടികൾ ഒന്നും തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വ്യാപക പരാതിക്ക് ഇടയിലാണ് വീണ്ടും ഇന്നലെ രാത്രിയിലും ഇതേ പ്രദേശത്ത് തന്നെ കാട്ടാനയെത്തി പ്രദേശവാസിയായ അരുൾ ജ്യോതി എന്നയാളുടെ വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ അടിച്ചു തകർത്തത്. കാറിലാണ് ഞാൻ മൗണ്ടിന്റെ താഴെ മറ്റേ വേസ്റ്റ് പ്ലാന്റിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ താമസിക്കുന്നത്. ഞാനും 2 പിള്ളേരും വൈഫും. ഇന്നലെ രാത്രി വൈകുന്നേരം 3 മണിക്ക് ആന വന്നിട്ട് വീട്ടിൻ്റെ വാതിൽക്ക് വന്നിട്ട് ഭയങ്കര ഒച്ചയും ബഹളവും വരുന്നു. പിന്നെ ഞാൻ വെളിയിറങ്ങി നോക്കിയപ്പം ആന റോട്ടിൽ കൂടെ വന്ന് എൻ്റെ സ്കൂട്ടി പൊട്ടിച്ച് വണ്ടി പളിച്ച് നാശമാക്കിയിട്ട് ഞാൻ ഓടിച്ചപ്പം അങ്ങോട്ട് പോയേ. ഒരു മാസക്കാലമായിട്ട് ഈ ആനയുടെ ശല്യമുണ്ട് ഇവിടെ. ഞാൻ ഫോറസ്റ്റിനോട് ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റ് നമ്മൾ മാറ്റിത്തരാം, ഇത് എന്തെങ്കിലും പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടിയും ചെയ്തിട്ടില്ല. അരുൾ ജ്യോതിയും കുടുംബവുമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രാത്രികാലങ്ങളിലടക്കം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കുടുംബത്തെയും കുട്ടികളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രദേശവാസികളെ മുഴുവനും ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾ നടത്തേണ്ട സ്ഥിതിയിലേക്കാണ് പൊതുജനങ്ങൾ പോകുന്നതെന്നും അടിയന്തരമായി തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒറ്റയാൻ കാട്ടാനയെ ഇവിടെ നിന്നും തുരത്താനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെ മുഴുവനും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.